കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ വെറും പ്രഹസനമായി പോലീസ് അന്വേഷണം. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. കാലടി പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം പ്രഹസനമെന്നുള്ള ആക്ഷേപം തന്നെ ഉയരുന്നുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിലാണ് പ്രധാനമന്ത്രി അവഹേളിക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് വച്ചത്. അന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലടി പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കാലടി സംസ്കൃത സർവകലാശാലയിലെ ഫ്ലെക്സ് ബോർഡ് വിവാദത്തിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചതിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. അന്വേഷണം വെറും പ്രഹസനമാണ്, രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പോലീസിനെ കൊണ്ടുള്ള അന്വേഷണം കാര്യക്ഷമമാക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വിഘടന ശക്തികളുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഏറ്റവും വികലമായാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാലടി സർവകലാശാലയ്ക്ക് മുന്നിൽ ഫ്ലെക്സ് ബോർഡിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ വിവാദമായിരുന്നു, വലിയ പ്രതിഷേധങ്ങൾക്ക് ഒക്കെ ഇടവച്ചിരുന്നു. പക്ഷേ എന്നിട്ട് പോലും കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. നിലവിൽ നിരവധി തെളിവുകൾ പോലീസിന്, ഈ പ്രതികളെ കണ്ടെത്താനുള്ള നിരവധി തെളിവുകൾ പോലീസിന് പക്കലുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അവർ സ്വീകരിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഇതിന് കൃത്യമായി ക്യാമ്പസിനുള്ളിലെ CCTV ദൃശ്യമുണ്ട്, അതോടൊപ്പം തന്നെ ഈ കവാടത്തിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായി പോലീസിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും BJPയുടെ ഒരു പരാതിയിലാണ് ഈ കലാപ ആഹ്വാനത്തിന് ഇവിടെ കേസ് എടുത്തിരിക്കുന്നത്. കേസ് എടുക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു നടപടിയും കാലടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ല. നിരന്തരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ കാലടി സർവകലാശാലയിൽ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അവർ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവമോർച്ച നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും വിഷയത്തെ ഏറെ ഗൗരവത്തോടെ തന്നെ കാണാനാണ് BJPയുടെ തീരുമാനം. എന്തായാലും നീതി ലഭിക്കും വരെ, ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കും വരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ, കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് നിലവിൽ BJP എടുത്തിരിക്കുന്നത്. അത് ഏതറ്റം വരെയും പോകുമെന്നുള്ള ഒരു കൃത്യമായ കാര്യമാണ് BJP നേതാക്കൾ പറയുകയും ചെയ്തിരിക്കുന്നത്. രോഹിണി, ശരി, അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.